ഹലോ ഫ്രണ്ട്സ്, ഇന്ന് തിലാപ്പിയ മീനാണ് കിട്ടിയിട്ടുള്ളത്. എങ്ങനെ മുളകിട്ട് വെക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. 3 മീനും അത്യാവശ്യം വലിയ മീൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നന്നായി ക്ലീൻ ചെയ്ത് മുറിച്ചെടുക്കുന്നുണ്ട്. മീൻ കഷ്ണങ്ങളെല്ലാം നന്നായി കഴുകിയെടുക്കുക. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സവാള, ചെറിയുള്ളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇതുപോലെ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. 3 ചെറിയ സൈസ് തക്കാളിയാണ് ഇതുപോലെ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്നത്. പുളി എടുത്തിട്ടുണ്ട്, കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്. ചട്ടി നന്നായി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പൊട്ടിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ടതിന് ശേഷം ഏകദേശം നന്നായി വഴണ്ട് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ചിട്ട് എത്ര വേണം ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഒഴിച്ചു കൊടുക്കാം. തക്കാളി ഒഴിച്ചതിന് ശേഷം അടി പിടിക്കാതെ നന്നായി ഇളക്കി കൊടുക്കണം. നന്നായി കുറുകി എണ്ണ തെളിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. പുളി ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക.
ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഓരോ മീൻ കഷ്ണങ്ങളായി ഇട്ട് കൊടുക്കുന്നുണ്ട്. മീൻ ഇട്ടതിന് ശേഷം നന്നായി ഗ്രേവിയിലേക്ക് താഴ്ത്തി കൊടുക്കണം. എല്ലാ മീൻ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മീൻ വേകുന്നത് വരെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതുപോലെ തിളവന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. മീൻ കറി വയ്ക്കുമ്പോൾ ഇതുപോലെ ഇളക്കുന്നതാണ് ഏറ്റവും നല്ലത്. കയ്യിലിട്ട് ഇളക്കി പറഞ്ഞാൽ മീനൊക്കെ പൊടിയാനായിട്ട് ചാൻസ് കൂടുതലാണ്. മീനൊക്കെ വെന്തതിന് ശേഷം കുറച്ച് കറിവേപ്പില മേലിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം ഇതൊന്ന് മൂടി വയ്ക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.